പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹിസ്റ്ററിയുടെ ക്ലാസ്സാണ്. ഹിസ്റ്ററിയുടെ തന്നെ ലാസ്റ്റ് ക്ലാസ്സാണ്. കഴിഞ്ഞ വട്ടം കമ്മ്യൂണൽ അവാർഡ് വരെ പറഞ്ഞു നിർത്തിയായിരുന്നു 1932. അതിൻ്റെ ബാക്കി ഭാഗമാണ്. ഇനി പറയാനുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് ഭരണപരിഷ്കാരങ്ങളിൽ പെടുന്ന ഒന്നാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളിൽ അതിനകത്ത് 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരമുണ്ട്. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് 1919 മൊണ്ടേഗു ചെങ്സ്ഫോർഡ് ഭരണപരിഷ്കാരമുണ്ട്. അത് കഴിഞ്ഞ് വരുന്നതാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇത് രൂപപ്പെടാനായിട്ട് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് 2 കാര്യങ്ങളിൽ നിന്നാണ്. ഒന്നെന്ന് പറയുന്നത് സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ട്, രണ്ടെന്ന് പറയുന്നത് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനമാക്കിയിട്ട്. അപ്പോൾ സൈമൺ കമ്മീഷൻ, റൗണ്ട് ടേബിൾ കോൺഫറൻസ് നമ്മളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈമൺ കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ചൊരു കമ്മീഷനാണ് സൈമൺ കമ്മീഷന്. അത് ഇന്ത്യയിൽ വന്ന വർഷം, പോയ വർഷം, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അവരൊരു റിപ്പോർട്ട് സമർപ്പിച്ചായിരുന്നു. ഇവിടുന്ന് സൈമൺ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞ് അയച്ചെങ്കിലും അവർ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറഞ്ഞൊരു വർഷം നമ്മൾ പഠിച്ചു. 1930 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1930. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് ഇതിൻ്റെ ഈ ഒരു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ രൂപീകരണത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട്. പിന്നെ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണെന്ന് പറഞ്ഞു. ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് വട്ടമേശ സമ്മേളനങ്ങൾ, അതായത് 1930, 31, 32. അപ്പോൾ ഈ വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. പറഞ്ഞു വരുമ്പം 3 പരാജയമാണ്. അപ്പം അതിൽ 3-ാം വട്ടമേശ സമ്മേളനം അത് അന്ന് നമ്മൾ പറഞ്ഞെന്ന് തോന്നുന്നു. അതായത് ആ 3-ാം വട്ടമേശ സമ്മേളനം ആക്ച്വലി പരാജയമായിരുന്നെങ്കിലും അതിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ ചോദിച്ചു വരുമ്പം അത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി എന്നുള്ളതാണ്. ഏതാ? 3-ാം വട്ടമേശ സമ്മേളനം. അപ്പം പൊതുവേ ചോദിക്കുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 രൂപീകരണത്തിന് കാരണമായത് 1 സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ട്, 2 റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അനുസരിച്ച് എന്ന് പറയണം. ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന 1935 നിലവിൽ വരുന്ന 1937. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുവന്ന റിഫോംസ്, മാറ്റങ്ങൾ. അതായത് ഒരു ഫെഡറൽ രാഷ്ട്രം, അതായത് കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെൻറ് സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. ഫെഡറൽ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേന്ദ്രം, താഴെ സംസ്ഥാനങ്ങൾ അന്ന് പ്രവിശ്യകളാണ്. അപ്പം അങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടാവും, തൊട്ട് താഴെ ഇങ്ങനെ സംസ്ഥാനങ്ങളിലെ പ്രവിശ്യകൾ, അതാണ് ഫെഡറൽ സംവിധാനം. പിന്നെ പ്രവിശ്യകളിൽ സമ്പൂർണ്ണ സ്വയം ഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. പ്രൊവിൻഷ്യൽ ഓട്ടോണമി പ്രവിശ്യകളിൽ, അന്ന് സംസ്ഥാനമല്ല പ്രവിശ്യകളാണ്. പിന്നെ പ്രവിശ്യകൾ ദ്വിമണ്ഡല സഭ, ബൈക്യാമറലിസം വ്യവസ്ഥ ചെയ്തു. ബൈക്യാമറലിസം എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, ലോക്സഭ, രാജ്യസഭ, ഇതൊക്കെ ഇനി വരുത്തേ ഉള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് പഠിപ്പിക്കുമ്പം വരുത്തതേ ഉള്ളൂ എന്താണ് ബൈക്യാമറലിസം എന്നൊക്കെ പറഞ്ഞു. ബൈക്യാമറലിസം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്, അങ്ങനെ 2 മണ്ഡലം അല്ലെങ്കിൽ സഭയായിട്ട് തിരിക്കുന്നതിനാണ്. അപ്പോൾ അങ്ങനെ പ്രവിശ്യകളിൽ ബൈക്യാമറലിസം കൊണ്ടുവന്നു. കേന്ദ്രത്തിൽ ഡയാർക്കി കൊണ്ടുവന്നു. ഡയാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൊണാർക്കി എന്ന് കേട്ടിട്ടില്ലേ, മൊണാർക്ക്. അപ്പോൾ അതിൻ്റെ ഡുവൽ ഫോമാണ് ഡയാർക്കി. മൊണാർക്ക് സിസ്റ്റത്തിനകത്ത് ഒരാളാണ് ഭരിക്കുന്നത്. ഡയാർക്കി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രവിശ്യയോ, ഇത് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് ഡയാർക്കി എന്ന്? ഡയാർക്കി കൊണ്ടുവന്ന് കേന്ദ്രത്തിൽ നിന്ന് പഠിച്ചാൽ മതി. എന്നാലും ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലാക്കി പഠിക്കുമ്പോൾ അത് പഠന രസകരമാവും, ഓർമ്മയിരിക്കും. അപ്പോൾ ഡയാർക്കി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽ പ്രവിശ്യയോ 2 അതോറിറ്റികൾ ചേർന്ന് ഭരിക്കുക, അതാണ് സിംപ്ലി ഡയാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡയാർക്കി സംവിധാനം കൊണ്ടുവന്നു കേന്ദ്രത്തിൽ. പ്രവിശ്യകളിൽ അതായത് ബൈക്യാമറലിസം, ദ്വിമണ്ഡല സഭയും കൊണ്ടുവന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി എന്നുള്ള ടേംസുകൾ ഇതൊക്കെ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. ഈ ടേമുകളൊക്കെ കൊണ്ടുവന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. ഇതിനെ ഈ പ്രസൻ്റ്ലി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നാണ് ഈ ആക്ടിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ RBI
പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതിയാണ് പിന്നീട് സുപ്രീം കോടതിയായിട്ട് മാറുന്നത്. അപ്പോൾ അതൊക്കെ വ്യവസ്ഥ ചെയ്തത് ഈ ഒരു ആക്റ്റിലാണ്. പിന്നെ ഒരു പോയിന്റ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തിയ, ഇപ്പോഴത്തെ മ്യാൻമാർ, ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തിയ നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ബർമയെ വേർപ്പെടുത്തിയത് കൊണ്ട് ഇതിനെ വേറൊരു പേരിലും വിളിക്കാറുണ്ട്, ബർമ ആക്ട് 1935 എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935യുടെ പോർഷനിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാറുള്ളത്. ഇനി ഓഗസ്റ്റ് ഓഫറാണ്. ഓഗസ്റ്റ് ഓഫർ എന്ന് കേട്ടിട്ടുണ്ടാവും. ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ 1940 എന്ന് ഓർക്കുക. ഇപ്പം ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് നൽകിയൊരു ഓഫർ, അതാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. അപ്പോൾ ഇത് ഓഗസ്റ്റ് ഓഫർ ആരാണ് നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലിൻലിത്ഗോ പ്രഭുവാണ് നൽകിയത് എന്ന് പറയാം. ഈ ഓഗസ്റ്റ് ഓഫർ തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവശ്യത്തിനാണ്, അതായത് ഇന്ത്യക്കാരുടെ സഹായം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമുണ്ട്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ 1939 മുതൽ 1945 വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം. അപ്പോൾ ഈ സമയത്ത് ഇവർ ബ്രിട്ടീഷുകാർ കുറച്ചൊന്ന് പരിങ്ങി. അപ്പോൾ അവർക്ക് ഇന്ത്യക്കാരുടെ സഹായം വേണം. അങ്ങനെ ഇന്ത്യക്കാരുടെ സഹായത്തിന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു ഓഫറാണിത്, ഇന്ത്യക്കാരെ കയ്യിലെടുക്കാനായിട്ട്. ഓഗസ്റ്റ് ഓഫറിനകത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്കാർക്കൊരു ഡൊമിനിയൻ പദവി നൽകും. അതായത് ഡൊമിനിയൻ പദവി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞായിരുന്നു, അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അധികാരമുണ്ട്, അധികാരം ഇല്ലയെന്ന് ചോദിച്ചാൽ അധികാരം ഇല്ല. അതായത് ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ ഇന്ത്യക്കൊരു ചെറിയൊരു അധികാരം. പിന്നെ പറയുന്നത്, രാജ്യത്തിനായി ഒരു ഭരണഘടന ഉണ്ടാക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കും, ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന ഉണ്ടാക്കാനേ. അപ്പോൾ അതിനകത്ത് മെയിൻലി ഇന്ത്യൻസ് ഉണ്ടാവും, ഇന്ത്യൻസിനെ ഉൾപ്പെടുത്താം എന്നൊരു ഓഫർ തന്നു. പിന്നെ പറഞ്ഞത്, ആ ഭാവി ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുമെന്ന് ഉറപ്പ് നൽകി. അതായത് ന്യൂനപക്ഷങ്ങളുടെ അഭിപ്രായങ്ങളും ആ ഭാവി ഭരണഘടനയിൽ ഉൾപ്പെടുത്താം. അങ്ങനെ പല നിർദ്ദേശങ്ങൾ ഓഗസ്റ്റ് ഓഫർ വയ്ക്കുകയുണ്ടായി. അങ്ങനെ ഓഗസ്റ്റ് ഓഫർ ബ്രിട്ടീഷുകാർ വയ്ക്കുന്നു. അത് കോൺഗ്രസും മുസ്ലിം ലീഗും തിരസ്കരിക്കുന്നു. അതായത് കോൺഗ്രസിൻ്റെ ആവശ്യം ഡൊമിനിയൻ പദവിയല്ല, അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ആവശ്യം. അതുകൊണ്ട് കോൺഗ്രസ് റിജക്റ്റ് ചെയ്യുന്നു. മുസ്ലിം ലീഗിന് സെപ്പറേറ്റ് രാഷ്ട്രമാണ് ആഗ്രഹം, അതിനും ഇതൊരു തീരുമാനം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് അവരും ഇത് റിജക്റ്റ് ചെയ്തു. അങ്ങനെ ഓഗസ്റ്റ് ഓഫർ തള്ളിപ്പോന്നു. പിന്നീടും ബ്രിട്ടന് ഇന്ത്യക്കാരുടെ ആവശ്യമുണ്ടല്ലോ, സഹായ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ടാണ് ക്രിപ്സ് മിഷൻ, അടുത്ത് നമ്മൾ പഠിക്കുന്ന ക്രിപ്സ് മിഷനാണ്. അതിന് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. ഇത് ക്രിപ്സ് മിഷനാണ്. ക്രിപ്സ് മിഷൻ 1942. ഇതിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയുടെ സപ്പോർട്ട് വേണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ. അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ അങ്ങോട്ട് അയക്കുന്നത്. ആഗസ്റ്റ് ഓഫർ നൽകി, അത് പരാജയപ്പെട്ടു. അടുത്ത് ക്രിപ്സ് മിഷനെ അയക്കുകയാണ്, കുറച്ച് റിഫോംസൊക്കെ സജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് അയക്കാൻ വേറൊരു കാരണവും കൊണ്ട്, അതായത് ആ സമയത്ത് ജപ്പാൻ്റെ ഭാഗത്ത് നിന്നും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ ബ്രിട്ടന് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ജപ്പാൻ എന്ന് പറയുന്നത് ആ സമയത്ത് ഏഷ്യയിലെ ബ്രിട്ടൻ്റെ അധീന പ്രദേശങ്ങളായ മലേഷ്യ, ഇന്തോനേഷ്യ, ഇൻഡോ ചൈന, സിംഗപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങൾ കൈക്കലാക്കി. അപ്പോൾ ആ സമയത്ത് ഇന്ത്യക്കാരുടെ സപ്പോർട്ട് കൂടിയേ തീരും ബ്രിട്ടന്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കമ്മിറ്റി രൂപീകരിച്ച് ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ സ്റ്റെഫോർഡ് ക്രിപ്സ് ആണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ വൈസ്രോയി ലിൻലിത്ഗോ പ്രഭു തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് വേൾഡ് വാർ കഴിയുമ്പോഴത്തേക്കും ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് ഒക്കെ തരാം. പിന്നെ ഇന്ത്യക്കായി ഭരണഘടന നിർമ്മിക്കാനായിട്ട് സ്വതന്ത്രാധികാരം തരാം. ഒരു ഭരണഘടന നിർമ്മാണ സഭയൊക്കെ ഉണ്ടാക്കാൻ അവസരം തരാം. പിന്നെ പ്രതിരോധ വകുപ്പ് ഒഴികെ ഉള്ള എല്ലാ വകുപ്പുകളിലേക്കും ഇടപെട്ട് പ്രവർത്തിക്കാനായിട്ട് ഇടക്കാല സർക്കാരൊക്കെ രൂപീകരിക്കാൻ സമ്മതം തരാം എന്നൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് കോൺഗ്രസും മുസ്ലിം ലീഗും തള്ളിക്കളഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്രിപ്സ് മിഷനെ തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ആരെ? അത് ഗാന്ധിജി എന്നാണ് ഉത്തരം. പിന്നെ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് 1942 ഏപ്രിൽ 12. പിന്നെ ഇത് റിജക്റ്റ് ചെയ്യേണ്ട കാര്യം അത് മറ്റേ സെയിം കാര്യം തന്നെയാണ്. അതായത് ഈ കോൺഗ്രസ് ആണെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, മുസ്ലിം ലീഗ് ആണെങ്കിൽ
പ്രത്യേക രാഷ്ട്രം വേണമെന്നുള്ള ആവശ്യത്തിൽ മുന്നോട്ട് നിൽക്കുന്നു. ഇതിന് നേരത്തെ ആഗസ്റ്റ് ഓഫർ എങ്ങനെ തിരസ്കരിച്ചു, അതൊക്കെ തന്നെയാണ് ഈ ക്രിസ് മിഷന്റെ പരാജയത്തിനും കാരണം. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അതായത് ഭാരത് ചോഡോ ആന്തോളൻ എന്ന പേരിൽ അറിയപ്പെടും. ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് ക്രിസ് മിഷന്റെ പരാജയം ഉണ്ടാകുന്നു. അതിനുശേഷം ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ ഇന്ത്യയിൽ തുടങ്ങുന്ന ഒരു നിയമലംഘന പ്രസ്ഥാനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്നറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക, ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കുക. അതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെ സമ്മേളനമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം അല്ലെങ്കിൽ ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നൊക്കെ അറിയപ്പെടും. പിന്നെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് നെഹ്റു ആണ്. അപ്പം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചൊരു പ്രക്ഷോഭമാണത്. ഇതിന് പല ഘട്ടങ്ങൾ, 3 ഘട്ടങ്ങളാണ് ഇതിനുള്ളത് ഈ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്. ഈ ഒരു പ്രക്ഷോഭത്തെ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ ബ്രിട്ടീഷുകാർ വളരെ ശക്തിയോടെയാണ് അടിച്ചമർത്തുന്നത്. അതായത് ഇങ്ങനൊരു ആഹ്വാനം, ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനം ഗാന്ധിജി ചെയ്തു കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൻ്റെ പല നേതാക്കളെയും പല സ്ഥലത്തും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ വളരെ ശക്തമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. ഇത് പുതിയ പുതിയ നേതാക്കളുടെ ഉദയത്തിന് കാരണമായി. അതായത് മെയിൻ നേതാക്കളെയൊക്കെ ഇവരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അങ്ങനെ പല പല നേതാക്കളുടെ ഉദയത്തിനും ഈ ക്വിറ്റ് ഇന്ത്യ സമരം കാരണമായി. അങ്ങനെ ഒരു നേതാവിൻ്റെ പേരാണ് അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നാണ് അറിയപ്പെടുന്ന അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു ചവിട്ടുകൂടിയാണെങ്കിലും ഇത് കാരണം ധാരാളം അക്രമ സംഭവങ്ങളുണ്ടായി. പിന്നെ അനേകം പേര് മരിച്ചു. പിന്നെ ഇതിനകത്ത് നിന്ന് പലരും മാറിയിരുന്നു. അതായത് മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവരെല്ലാം ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരായിരുന്നു. അതൊക്കെ ഇതിൻ്റെ ഒരു ഡിക്ലൈന്, അതായത് ഇതിൻ്റെ ഒരു പരാജയത്തിന് കാരണമായിട്ട് പറയുന്നതാണ്. എന്നാലും പരാജയമാണെങ്കിലും ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചൊരു പ്രക്ഷോഭമാണിത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ക്വിറ്റ് ഇന്ത്യ സമരം 1942. അതിനകത്തു നിന്നുള്ളൊരു ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 ആഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് 9. ഓക്കെ. പിന്നെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഹരിജൻ, ഗാന്ധിജിയുടെ ഹരിജൻ എന്ന് പറയുന്ന ദിനപത്രമാണ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ KB മേനോൻ. അത്രയേ ഉള്ളൂ എൻ്റെ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ. ക്യാബിനറ്റ് മിഷനാണ് 1946. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്ക് മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയുടെ നിർദ്ദേശപ്രകാരം ക്യാബിനറ്റ് മിഷൻ 1946 ഇന്ത്യയിലേക്ക് വരുവാണ്. അതിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പെത്തിക് ലോറൻസ് ഉണ്ട്, സ്റ്റെഫോർഡ് ക്രെബ്സ് ഉണ്ട്, AV അലക്സാണ്ടർ ഉണ്ട്. അങ്ങനെ ഈ ക്യാബിനറ്റ് മിഷന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം കൈമാറുന്നതിന് മുമ്പിട്ട് ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യൻ നേതാക്കളുമായിട്ട് ചർച്ച നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവരോട് വന്ന് നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തി അവരുടെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് 1946 മെയ് 16. അതാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ആ പ്ലാനിനകത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്: 1, ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക; 2, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക; 3, എത്രയും പെട്ടെന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുക എന്നുള്ളത്. ഇതുവരെ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് അവതരിപ്പിക്കുന്നു. ഇത് 3ഉം ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിക്കുന്നു. അങ്ങനെ 1946 സെപ്റ്റംബർ 2 ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുന്നു. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെടുന്നു. അടുത്തത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് 1947. അതായത് ഈ ആക്ട് വഴി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു.
ഈ ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4-നാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സായത് 1947 ജൂലൈ 18-ന്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ആഗസ്റ്റ് 15-ന്. ഈ ഒരു ആക്ട് പ്രകാരം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയും പാകിസ്ഥാനും രൂപം കൊണ്ടു. ഇങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു വിഭജനം കോൺഗ്രസ്സുകാർ എതിർത്തിരുന്നു. പക്ഷേ മുസ്ലിം ലീഗും കോൺഗ്രസ്സുകാരും തമ്മിൽ ഈ ഒരു കാര്യത്തിൽ ഒരു ചേർച്ച വന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വിഘാതമായി വരുമെന്നുള്ളത് കൊണ്ട് കോൺഗ്രസ്സുകാർ വഴങ്ങി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും വേർതിരിയാണ്. ഈ ഒരു ആക്ട് വന്നതിന് ശേഷം വൈസ്രോയി പദവി അബോളിഷ് ചെയ്യപ്പെട്ടു. പിന്നീട് ഗവർണർ ജനറലാണ്. അതായത് ഇവിടെ ഒരു ഭരണഘടന, അവർ ഭരണം നമുക്ക് തന്നു, ഓക്കെ, പക്ഷേ ഇവിടെ ഭരണഘടനയൊക്കെ വന്ന് ഇവിടെ ഒരു ഭരണം സെറ്റപ്പ് ആവുന്നവരൊരു അവിടെ ഒരു നയിക്കാൻ ഒരാൾ വേണ്ടേ. അതുകൊണ്ട് ഈ വൈസ്രോയി പദവി അബോളിഷ് ചെയ്യുന്നു, പകരം ഗവർണർ ജനറൽ ആവുന്നു. ഈ ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ് ഇവിടുത്തെ വൈസ്രോയി. അപ്പോൾ വൈസ്രോയി പോസ്റ്റ് അബോളിഷ് ചെയ്യുന്നു, ഗവർണർ ജനറൽ പോസ്റ്റ് വരുന്നു. പക്ഷെ ആള് മാറ്റമല്ല, ആള് ലോർഡ് മൗണ്ട് ബാറ്റൺ തന്നെയാണ്. പുതിയൊരു ഭരണഘടന വരുന്നത് വരെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇവിടുത്തെ നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്ന പോർഷൻ. ഇപ്പം നമ്മൾ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ പോർഷൻ മനസ്സിലാക്കി പഠിച്ചു, കഥ രൂപേണയും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഉൾപ്പെടുത്തിയും പഠിച്ചു. ഇനി കുറച്ച് MCQ വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് എവിടുന്ന് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ആകാൻ പറ്റും. ഓക്കെ, താങ്ക് യു.